ഇന്ന് നമുക്ക് ഹെൽത്തി ആയിട്ടൊരു കട്ട്ലേറ്റ് ഉണ്ടാക്കി നോക്കാം. പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി കേട്ടോ. തുടർന്ന് സപ്പോർട്ട് ചെയ്യണേ. നമുക്കിത് ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെ ആവശ്യമുള്ള സാധനങ്ങളെന്ന് നോക്കാം. ഇത് ഒരു 200 ഗ്രാം ബോൺലെസ് ചിക്കനാണ്. ഇത് ഞാൻ കുക്കറിൽ ഒരു 2 വിസിലടിച്ച് വെച്ചതാണ്. ഉപ്പും കുരുമുളകും മാത്രം ഇട്ടതാണ് കേട്ടോ. പിന്നെ ഒരു പച്ചമുളക്, ഒരു ചെറിയ പീസ് ഇഞ്ചി, ഒരു ചെറിയ സവാള, ഒരു 3 മുട്ട, ഒരല്പം മല്ലിയില. ഇത് ഒരു 6 ബ്രെഡിൻ്റെ പൊടിയാണ് കേട്ടോ. 6 ബ്രെഡ് ഞാൻ എടുത്തിട്ട് മിക്സിയിൽ പൊടിച്ചതാണ്. പിന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, ഒരല്പം കാശ്മീരി മുളക് പൊടി. ഇത് മസാലയാണ്, ഞാൻ വീട്ടിൽ തന്നെ പൊടിപ്പിച്ച മസാലയാണ് കേട്ടോ. ഇത് ഈ കറിവേപ്പില അരിഞ്ഞതാണ്. ഇത് ഒരു മീഡിയം ഉരുളൻകിഴങ്ങ് കുക്കറിൽ പുഴുങ്ങി പൊടിച്ചു വെച്ചതാണ്. പിന്നീട് ചേർക്കാൻ പോകുന്നത് ഒരു ചെറിയ പിടി, ഒരു ചെറിയ ചീരയും ഒരല്പം മുരിങ്ങയുടെ ഇലയും. ഇത് ഞാൻ എല്ലാ നോൺ വെജിലും ചേർക്കാറുണ്ട്. കാരണം കുട്ടികൾ ഇതൊന്നും സെപ്പറേറ്റ് വെച്ച് കഴിക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം ഇതിൽ കൂടെ ചേർത്ത് പോകുമ്പോൾ അവർ കഴിക്കുമല്ലോ. നിങ്ങളും ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നമുക്ക് ഈ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ബ്രെഡ് ക്രംസിൽ കുറച്ച് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ പൊടിയായി അരിഞ്ഞു വെച്ച സവാള, പുഴുങ്ങി വെച്ച ഉരുളൻകിഴങ്ങ്, കാശ്മീരി മുളക് പൊടി, മസാലപ്പൊടി, കറിവേപ്പില അരിഞ്ഞത്, ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, ഇത് മുരിങ്ങയിലയാണ്. ഇത് അല്പം ചീര, ഒരു നുള്ള് ഇഞ്ചി പൊടിയായി അരിഞ്ഞത്, പച്ചമുളക്, ഒരു ലേശം മല്ലിയില. ആവശ്യത്തിന് ഉപ്പിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. ഇത് ബ്രെഡ് ക്രംസാണ്. ഇത് ഉപ്പും കുരുമുളകും കൂടിയിട്ട് അടിച്ചു വെച്ച മുട്ട 3 എണ്ണം നമ്മൾ നന്നായിട്ട് എല്ലാം കൂട്ടി നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുള്ളതാണ്. നമുക്കിനി സ്റ്റൗ കത്തിക്കാം. നമുക്കിതെല്ലാം ഇങ്ങനെ ഒരു ഷേപ്പിലെടുക്കാം. ഞാൻ കയ്യിൽ തന്നെ വെച്ചിട്ട് ഉണ്ടാക്കാറ് കേട്ടോ. ഞാൻ അച്ചൊന്നും ഉപയോഗിക്കാറില്ല. അച്ചിൽ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം, പല ഷേപ്പിലായിട്ട് ചെയ്യാം. ഞാൻ ഇങ്ങനെ ചെയ്തെടുക്കാറ് കേട്ടോ. അങ്ങനെ നമുക്ക് ഇതെല്ലാം ഇങ്ങനെ ചെയ്തെടുക്കാം. നമുക്കിതെല്ലാം ഇങ്ങനെ ഒരു ഷേപ്പിലെടുക്കാം. ഞാൻ കയ്യിൽ തന്നെ വെച്ചിട്ട് ഉണ്ടാക്കാറ് കേട്ടോ. ഞാൻ അച്ചൊന്നും ഉപയോഗിക്കാറില്ല. അച്ചിൽ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം, പല ഷേപ്പിലായിട്ട് ചെയ്യാം. ഞാൻ ഇങ്ങനെ ചെയ്തെടുക്കാറ് കേട്ടോ. അങ്ങനെ നമുക്ക് ഇതെല്ലാം ഇങ്ങനെ ചെയ്തെടുക്കാം. നമുക്ക് സ്റ്റൗ കത്തിച്ച് എണ്ണ ഒഴിക്കാം. നമ്മളിതെല്ലാം ഇങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ കയ്യിൽ വെച്ചാണ് സാധാരണ ഇങ്ങനെ ചെയ്യാറ്. നിങ്ങൾ മോൾഡിൽ വേണമെങ്കിൽ ചെയ്താൽ നല്ല ഷേപ്പായിട്ട് നമുക്ക് പല ഷേപ്പിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നമുക്കത് ഈ മുട്ടയുടെ ഇത് ഡിപ്പ് ചെയ്ത് നമുക്ക് ബ്രെഡ് ക്രംസിൽ ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിതൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. എണ്ണ മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. ഒത്തിരി കൂട്ടി വയ്ക്കണ്ട.
ഇതായിട്ടുണ്ട്. നമുക്കിത് ഓരോന്നായിട്ട് എടുത്തു മാറ്റാം. അങ്ങനെ നമ്മുടെ കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നോൺ വെജും വെജിറ്റബിൾസും എല്ലാം ചേർന്നതാണ്. അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.